മ്യൂച്വൽ ഫണ്ടിൽ ഇയർലി റിഡംഷൻ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള പിൻവലിക്കൽ ഇതെങ്ങനെയാണ് അവരുടെ പോർട്ട്ഫോളിയോ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായി ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മ്യൂച്വൽ ഫണ്ടുകളെ ലോങ് ടേം നിക്ഷേപമായിട്ടാണ് കാണേണ്ടത്. ലിക്വിഡിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ലിക്വിഡിറ്റി ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ പലരും തൻ്റെ നിക്ഷേപങ്ങൾ പിൻവലിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിൻവലിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ ഒരു 3-4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഭാവിയിൽ നമുക്ക് ലഭിക്കേണ്ട കോമ്പൗണ്ടിങ് റിട്ടേൺ നഷ്ടപ്പെടുന്നു. അതായത് ലോങ് ടേമിൽ നമുക്ക് ലഭിക്കേണ്ട വലിയൊരു പ്രോഫിറ്റിനെയാണ് നമ്മൾ ഈ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ടാമതായി ബൈയിങ് സെല്ലിംഗ് ഡിസിപ്ലിൻ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത്. അതായത് പലരും മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമ്പോൾ പാനിക് ആവുകയും ഈ വിഡ്രോവൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവർക്ക് മാർക്കറ്റ് അപ്പാവുമ്പോൾ ആ സെയിം യൂണിറ്റുകൾ, അതായത് സെൽ ഔട്ട് ചെയ്ത സെയിം യൂണിറ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് ധാരാളം പണം അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് നടക്കാത്ത ഒരു സിനാരിയോയിലോട്ട് വരും. മൂന്നാമതായി പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ഫണ്ടുകളിൽ എക്സിറ്റ് ലോഡ് ചാർജ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇങ്ങനെയുള്ള അധികമായിട്ടുള്ള ചിലവുകൾ നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. ലാസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പലരും വിവിധങ്ങളായ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള പിൻവലിക്കൽ കാരണം ഇവരുടെ ഓവറോൾ ഫൈനാൻഷ്യൽ പ്ലാനിനെ തന്നെ തകരാറിലാക്കുകയും അവരുടെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെയും വരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്കുള്ള റിഡംഷനുകൾ അല്ലെങ്കിൽ പിൻവലിക്കൽ പൂർണ്ണമായി ഒഴിവാക്കി ഒരു ഗോളിനെ ബേസ് ചെയ്തിട്ട് തന്നെ നിക്ഷേപങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.